സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. റഷ്യ യുക്രൈൻ യുദ്ധം തീരണോ വേണ്ടയോ? ട്രംപിന്റെ കാർക്കശ്യത്തിനു മുമ്പേ തീ പിടിച്ച ചോദ്യം. യുദ്ധം നിർത്താൻ ട്രംപ് കട്ടായം പറഞ്ഞത് യുക്രൈനോടാണ്. എന്തുതരം വർത്തമാനമാണ് ട്രംപിൻ്റെതെന്ന് തോന്നാം. യുക്രൈൻ ആക്രമിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ മിറോവിച്ച് പുടിൻ അതിമോഹി, ഡെമോക്രാറ്റിക് ഡെസ്പോട്ട് എന്നോ ഇലക്ഷൻ ജയിച്ച സ്വേച്ഛാധിപതി എന്നോ വിളിക്കാം. എന്നിട്ടും യുദ്ധം നിർത്തണമെന്ന് യുക്രൈനോട് അമേരിക്ക പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടീമും തീർത്തും പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. യുക്രൈനെ ഇല്ലാതാക്കാനും യൂറോപ്പിനെ വെട്ടിപ്പിളർക്കാനും ഇടയാക്കുന്ന യുദ്ധമാണിതെന്നും അത് നിർത്തിക്കാൻ തനിക്കു മാത്രമേ കഴിയൂ എന്നും ട്രംപിന് ബോധ്യമുണ്ട്. റഷ്യയെയും പുടിനെയും പിടിച്ചു നിർത്താൻ ട്രംപിന് എളുപ്പമല്ല. അമേരിക്കയുടെ പണം വാങ്ങി യുദ്ധത്തിൽ കത്തിക്കുന്ന സെലൻസ്കിയെ നിയന്ത്രിക്കാൻ ട്രംപിന് കഴിയും. ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് കാരണം. എന്തുകൊണ്ട് സെലൻസ്കിയോട് ട്രംപിന്റെ കാർക്കശ്യം എന്നതിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. ഗാസയിൽ സംഭവിച്ചത് തന്നെ. യുക്രൈനെ അമേരിക്ക നൽകിയ സഹായത്തിൽ നല്ല പങ്കും ആ രാജ്യത്തിന് കിട്ടിയില്ല. പകരം സെലൻസ്കിയെ സംശയിക്കുന്ന വിധം അഴിമതി കുഴലിലൂടെ അതൊഴുകി. യുദ്ധവിരാമത്തിന്റെ ആവശ്യകത സ്ഥിതി വിവരണ കണക്ക് പറഞ്ഞു തരും. രണ്ടു രാജ്യത്തെയും അതെങ്ങനെ ബാധിച്ചു എന്നും. കഴിഞ്ഞ മാസം വരെ കൊല്ലപ്പെട്ടും ഗുരുതരമായ പരിക്കേറ്റും റഷ്യക്ക് നഷ്ടപ്പെട്ടത് 7 ലക്ഷവും യുക്രൈന് നഷ്ടപ്പെട്ടത് 4 ലക്ഷവും സൈനികരുടെ ശേഷി. യുദ്ധകാലത്ത് റഷ്യയിൽ മാറി താമസിക്കേണ്ടി വന്നത് 8 ലക്ഷം പേർക്ക്, യുക്രൈനിൽ കോടിയിലേറെ പേർക്ക്. 102 ലക്ഷം പേരാണ് ഈ ദുരിതം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ജനസംഖ്യയുടെ 23%. ഇതിൽ 37 ലക്ഷം പേർ മാറ്റപ്പെട്ടത് രാജ്യത്തിനുള്ളിൽ. റഷ്യ ഫലമായി ഒഴിപ്പിച്ചവർ ഉൾപ്പെടെ 65 ലക്ഷം പേർക്ക് യുക്രൈൻ വിട്ട് പ്രവാസത്തിൽ പോകേണ്ടി വന്നു. കഴിഞ്ഞ 2 വർഷവും റഷ്യയുടെ സാമ്പത്തിക വളർച്ച GDPയുടെ 5.6%. ഇനി അത് 1.6% ആകുമെന്നാണ് പ്രവചനം. യുക്രൈന്റെ കീഴ്ഗതിയാണ് കടോരം. GDPയുടെ 22.6% ഇടിഞ്ഞു. റഷ്യക്ക് 1/6 എണ്ണ ഉൽപാദനം നഷ്ടമായി. യുക്രൈന് നഷ്ടമായത് 64%. വൈദ്യുതി ഉൽപാദനം 56 ജിഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നതിൽ 36 ജിഗാവാട്ട്. അതിപ്രധാനമായ മറ്റൊരു കണക്ക് നോക്കൂ. യുക്രൈന്റെ മണ്ണിൽ 19% ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ. 1 ലക്ഷത്തിലേറെ ചതുശ്ര കിലോമീറ്റർ, കേരളത്തിന്റെ 3 ഇരട്ടിയോളം ഇപ്പോഴും റഷ്യ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം പിടിച്ചത് 507 ചതുരശ്ര കിലോമീറ്റർ. ടാങ്കുകളും വ്യോമവാഹനങ്ങളും സമുദ്രയാനങ്ങളും അടക്കമുള്ള നഷ്ടം വിവരിക്കുന്നില്ല. ട്രംപിന്റെ കണക്ക് പ്രകാരം ഇരുഭാഗത്തെയും സൈനിക നഷ്ടം 17 ലക്ഷത്തോളം വരും. എങ്ങനെ നോക്കിയാലും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ എത്ര മടങ്ങ് ഭീകരതയും നഷ്ടവുമാണ് ഈ യുദ്ധം വരുത്തിവെച്ചത്. ലോകത്തിനാകെ യുക്രൈൻ യുദ്ധം മഹാദുരന്തമാണ് എന്നത് ഒരു വശം. മറുവശത്ത് യുക്രൈൻ ഇല്ലാതാകാൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞത് തമാശയല്ല. യുദ്ധകാലത്തെ എല്ലാ എതിർപ്പുകളെയും നേരിട്ടാണ് റഷ്യ അതിന്റെ വ്യാപാരം കുഴപ്പമില്ലാതെ തുടർന്നത്. ചൈനയും ഉത്തര കൊറിയയും മാത്രമല്ല, UAE വരെ റഷ്യയുടെ വ്യാപാരത്തെ പോഷിപ്പിക്കുകയാണ്. മൂന്നാം ലോക രാജ്യങ്ങളുടെ നിഷേധം റഷ്യക്കില്ല. റഷ്യയുടെ സാമ്പത്തിക നില ക്ഷയിക്കാൻ ഏറെ കാത്തിരിക്കേണ്ടി വരും. അതിനു മുമ്പേ പക്ഷേ യുക്രൈൻ തീർന്നെന്ന് വരും. യുക്രൈനെ തീർക്കാനുള്ള യുദ്ധം ചെയ്യാൻ സെലൻസ്കിയുടെ അഴിമതി സംശയിക്കുന്ന ഭരണത്തിന് അമേരിക്ക സഹായം നൽകണോ, അതോ സെലൻസ്കിയെ നിർബന്ധമായും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണോ? ഈ ചോദ്യത്തിനാണ് ട്രംപ് കാർക്കശമായ ഉത്തരം പറഞ്ഞത്. ആണവ മിസൈലുകളുടെ കൂമ്പാരത്തിന് മുകളിലിരുന്ന് ഭീഷണി മുഴക്കി. ഉത്തര കൊറിയയുടെ പട്ടാള വേഷക്കാരെയും ആവശ്യാനുസൃതം അതത് സ്ഥലത്ത് നിർബന്ധിച്ച് പട്ടാള വേഷം അണിയിക്കുന്നവരെയും
ചാവുനിലത്തേക്ക് വിട്ട് സ്വേച്ഛാധിപതിയായി യുദ്ധം ചെയ്യുന്ന പുടിൻ, എത്ര കാലം എത്ര പേരെയും ബലി കഴിക്കാൻ മടിക്കാത്ത പുടിൻ, ആ പുടിനെയാണോ കാശു കടം വാങ്ങി യുക്രൈന്റെ മണ്ണും മനുഷ്യരെയും നഷ്ടമാക്കി യുദ്ധം തുടരുന്ന സെലൻസ്കിയെയാണോ ട്രംപ് നിയന്ത്രിക്കേണ്ടത്? റഷ്യയാണ് ആക്രമണകാരി എന്ന് ലോകത്തിനറിയാം. പക്ഷേ റഷ്യയെ അടിച്ചമർത്താൻ കഴിയില്ല. റഷ്യക്കെതിരെ കടിച്ചു തൂങ്ങിച്ചാകുന്ന നീറുകളാകുകയല്ല യുക്രൈൻ ജനതയ്ക്ക് ആവശ്യം. യുദ്ധം കൂടുതൽ മുറുകിയാൽ യുക്രൈനോട് പക്ഷം ചേരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് നാറ്റോ പക്ഷത്തിന്റെ കടുത്ത ഏകീകരണവും റഷ്യ വിരുദ്ധ ധ്രുവീകരണവും ഫലത്തിൽ യൂറോപ്പിനെ രാഷ്ട്രീയമായി അപകടകരമാംവിധം വിഭജിക്കാനിടയാക്കൂ. പുതിയ സാഹചര്യത്തിൽ അത് അമേരിക്കക്കെതിരായ ഏകീകരണം കൂടിയായി മാറിയാൽ യൂറോപ്പിനെ പിടികൂടാൻ പോകുന്നത് പലവിധ ഭീഷണികളും ശക്തികളുമാകും. അതിൽ വലുത് ഇതുവരെ വാലറ്റം മാത്രം പുറത്തു കണ്ട മതരാഷ്ട്രീയ ഭീഷണി എന്ന സത്യം തന്നെയായേക്കാം. യൂറോപ്പ് ഇപ്പോൾ മത തീവ്രവാദത്തിന്റെ സ്വയംകൃത പിഴയിൽ നിന്ന് മോചനം നേടാൻ തുടക്കമിട്ടിരിക്കെ പുതിയ സംഘർഷവും സംഘർഷ പെരുക്കവും ആർക്കാണ് ഗുണം ചെയ്യുക? ട്രംപിന്റെ നിലപാടിനെ പഴിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ യുദ്ധം നിർത്തൽ സെലൻസ്കിക്ക് പരാജയബോധം സൃഷ്ടിച്ചാലും യുക്രൈൻ ജനതയ്ക്ക് അതാണ് നന്മ. ആക്രമണകാരി റഷ്യയാണെങ്കിലും യുദ്ധം ആര് നിർത്തിക്കും? റഷ്യയെ തടയാൻ ആർക്ക് കഴിയുമെന്ന വൈഷമ്യത്തിന് മുമ്പിൽ സെലൻസ്കി തന്നെയാണ് ആ കയ്പ് കുടിക്കേണ്ടത്. അത് യുക്രൈൻ ജനതയ്ക്കും വിശാല നന്മയ്ക്കും വേണ്ടി തന്നെ. ട്രംപിന്റെ നിലപാടിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ല. യുദ്ധങ്ങളല്ല തന്റെ കാലത്തെ ലക്ഷ്യമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകരം അമേരിക്കൻ ജനതയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഭദ്രത അതുണ്ടായാൽ ലോകത്തിലേറെ ഇടങ്ങൾ സ്വസ്ഥമാകുമെന്നതിൽ ട്രംപിനും സംശയമില്ല. ലോകത്തെ എല്ലായിടത്തെയും എല്ലാവരുടെയും യുദ്ധം നിർത്തിക്കാൻ ട്രംപിന് കഴിയില്ല. പക്ഷെ തൻ്റെ ഇടപെടൽ കൊണ്ട് കഴിയുന്നിടത്തോളം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാനും കഴിയുന്നിടത്തോളം ആക്രമണകാരികളെ അടക്കുവാനും ട്രംപിന് നിശ്ചയമുണ്ട്. അമേരിക്കയുടെ പിന്തുണയോ അനുഭാവമോ നിമിത്തം ആത്മഹത്യാപരമായ യുദ്ധത്തിൽ തുടരുന്നവരെ പിന്തിരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ. ഇതൊക്കെ ആയാലും സെലൻസ്കി കയ്പുനീർ കുടിക്കുമ്പോൾ ഒരു ചോദ്യം, അത് യുക്രൈൻ നിർദ്ധയമായി കീഴ്പ്പെടുത്തപ്പെടുന്നതിൻ്റെ കയ്പുനീരായാൽ നാളെ റഷ്യയും പുടിനും എന്താകും ചെയ്യുക എന്ന്. പുടിന്റെ ഉള്ളിൽ ഒരു സ്വേച്ഛാധിപതിയുടെ യൂറേഷ്യ സാമ്രാജ്യ സ്ഥാപന വികസന മോഹമുണ്ട്. അതുമായി പുടിൻ അടക്കമില്ലാതെ നീങ്ങുമോ? യുക്രൈന്റെ നേർക്കു തന്നെയോ മറ്റിടങ്ങളിലേക്കോ? നീങ്ങിയാൽ ആര് നിയന്ത്രിക്കും? വന്യമായ ഭാവനയല്ല, സാധുവായ സംശയം. നമ്മുടെയല്ല, യുക്രൈൻ യുദ്ധഗതി വിചിന്തനം ചെയ്യുന്ന പല അന്താരാഷ്ട്ര ലേഖകരുടെയും വക. അതിനുള്ള ഉത്തരം കൂടി ട്രംപ് ചിന്തിക്കുന്നുണ്ടാകാം എന്ന് തൽക്കാലം കരുതുക. ഷൈനി എന്ന അമ്മ 2 പെൺമക്കളെ കൂട്ടി ജീവനൊടുക്കിയതിൽ ആരാണ് കുറ്റക്കാർ? സമൂഹ മാധ്യമങ്ങളുടെ സ്കോട്ട്ലൻഡ് യാർഡും പട്ടാള കോടതിയും നീതി നടപ്പാക്കുമെന്ന് കരുതുന്നവർ ആശ്വസിക്കട്ടെ. സംഭവത്തെക്കുറിച്ചുള്ള മനോവിക്ഷോഭം നിമിത്തം എന്തു പറയാനും എങ്ങനെയും ചിന്തിക്കാനും പ്രേരിതരാകുന്നവരെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഒരു വ്യക്തി മാത്രമോ ഒരു പോയിന്റ് മാത്രമോ വിമർശിക്കപ്പെടേണ്ട ലളിതമായ വിഷയമല്ലിത്. സത്യം പലപ്പോഴും വിക്ഷിപ്ത മനസ്സുകളുടെ കാഴ്ചയിൽ തെളിയാറില്ല. ഈ ദുരന്തത്തിൽ ക്രൈസ്തവ സമൂഹം ആകെ കുറ്റക്കാരാണ് എന്നതാണ് വലിയ സത്യം. 3 ആത്മാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയ മുഴുവൻ സമൂഹവും ആത്മീയ ജീവനോടെ മുന്നോട്ട് പോകാൻ ഈ സത്യം അംഗീകരിക്കേണ്ടി വരും. സമൂഹം ചേർത്ത് പിടിക്കാത്ത വേറെയും നിരവധി ആത്മാക്കൾ ഇപ്പോഴുമുണ്ട്. അവരെ പറ്റി ആരും പറയുന്നില്ല. ദുരന്തം സംഭവിച്ചാലേ കണ്ണു തുറക്കൂ, ധർമ്മരോഷം പൊട്ടിയൊലിക്കൂ എന്നത് മാത്രമാണ് പൊതുവായ അവസ്ഥ. ഏതാനും ദശകം മുമ്പ് കേരളത്തിലെ കുടുംബങ്ങളിൽ കൂട്ടാത്മഹത്യകൾ പതിവ് വാർത്തയായിരുന്നു. ഈ സ്വയം കുരുതികൾ പലതും തൊട്ടടുത്തുള്ളവർക്ക് പോലും അപ്രതീക്ഷിതമായി. അത് ചെയ്തവരുടെ അവസ്ഥ ചുറ്റുമുള്ളവർ അറിയാതെ പോയി. മാധ്യമങ്ങൾ,
സവിശേഷമായി ദീപിക അത് ഗൗരവപൂർവം ചിന്താ വിഷയമാക്കിയപ്പോഴാണ് ചുറ്റുമുള്ളവരെ അറിയാൻ സമൂഹത്തിൽ വ്യവസ്ഥാപിത ജാഗ്രത സംവിധാനം ആവശ്യമെന്ന് വ്യാപകമായി പ്രായോഗിക നിർദ്ദേശം ഉയർന്നത്. അത് പക്ഷേ സിദ്ധാന്തമായി അവസാനിച്ചു. പറഞ്ഞവരും ശരിവച്ചവരും കേട്ടവരും എല്ലാം മറന്നു. ഇപ്പോഴത്തെ ആരവവും ഫലം ചെയ്യണമെങ്കിൽ ക്രൈസ്തവ സമൂഹം മാനസാന്തരപ്പെടണം. ഒരു കാര്യം നമുക്കറിയാം, ആ മൂവർ ജീവിതം ഉപേക്ഷിച്ചത് മനഃപൂർവമായ ദൈവനിഷേധത്താൽ അല്ല, ക്രൂരതയാലല്ല, ലോകത്തെ വെല്ലുവിളിച്ചല്ല, മറ്റെന്തെങ്കിലും തിന്മയാലുമല്ല. അവർക്ക് കുടുംബജീവിതം ദുരിതാനുഭവമായി. അമ്മയ്ക്ക് മകന്റെ സ്നേഹം നഷ്ടമായി. ഉപജീവന മാർഗം പാടെ അടഞ്ഞു. തനിക്ക് ചുറ്റുമുള്ളവരെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള പ്രത്യാശയും പ്രതീക്ഷയും ഭയാനകമായ വിധത്തിൽ നഷ്ടപ്പെട്ടു. അതിന്റെ പ്രക്ഷുബ്ധതയിൽ മറ്റൊരു ആലോചനയ്ക്കും സമചിത്തതയ്ക്കും ഇടമുണ്ടായില്ല. തനിച്ചാക്കിയാൽ പെൺമക്കൾ പോലും സുരക്ഷിതരാകില്ല എന്ന നിസ്സഹായതയുടെ വിഹ്വലത ആ സഹോദരിയെ കീഴ്പ്പെടുത്തി. തന്റെ പ്രവൃത്തി മകനെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയം അടഞ്ഞുപോയി. ഇതിനെല്ലാം ആദ്യത്തെ പ്രത്യക്ഷ കാരണക്കാരൻ ജീവനൊടുക്കിയവരുടെ ഏറ്റവും അടുത്ത ബന്ധു, ജീവിത പങ്കാളിയും പിതാവുമായ ആൾ തന്നെ. ആ സഹോദരിയുടെ ജീവിതം പങ്കിട്ടെടുത്തയാൾ, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പങ്കാളിയാകേണ്ടയാൾ. പക്ഷെ ആ വ്യക്തി അവരുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ നേർത്ത കിരണം പോലും തടഞ്ഞത് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ കയത്തിൽ തള്ളിയിട്ടു എന്നതല്ലേ സത്യം? ആ ദ്രോഹ പ്രവൃത്തിയിൽ ഭർത്തൃബന്ധുക്കളും പങ്കുചേർന്നു എന്നല്ലേ വെളിപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെയൊരു അവസ്ഥയിൽ സഹജീവി സ്നേഹത്തോടെയെങ്കിലും ചേർത്തു നിർത്തേണ്ട മറ്റു ബന്ധുക്കൾ, ജനിപ്പിച്ച മാതാപിതാക്കൾ അടക്കം പേർ ചെയ്തത് എന്താണ്? ഇങ്ങനെയൊരു അമ്മയും മക്കളും കഴിഞ്ഞുകൂടാൻ കഴിയാതെ വെപ്രാളപ്പെടുന്നു എന്ന് മനസ്സിലായിട്ടും പ്രതികരിക്കാതിരുന്ന അയൽക്കാർ, അടുത്ത താമസക്കാരെയല്ലേ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ അറിഞ്ഞിരുന്ന നല്ല സമറായരാകേണ്ട അടുത്ത ആത്മാക്കൾ വരുത്തിയത് മാരകമായ വീഴ്ചയല്ലേ? വൈദികരായാലും സാധാരണ വിശ്വാസികളായാലും ഗൗരവമുള്ളതാണ് ഉപേക്ഷയാൽ വരുത്തുന്ന പാപം. ചെയ്യേണ്ടുന്ന നന്മ അറിഞ്ഞിട്ടും ചെയ്യാതെ പോകുന്നത്. ദുരന്തം വരിച്ചവരുടെ ബന്ധുഗണത്തിൽ ആരെങ്കിലും, അതൊരു വൈദികനോ ഗുരുവോ ആര് തന്നെ ആയാലും, ഉപേക്ഷ വരുത്തിയെങ്കിൽ അത് ഗൗരവമുള്ളതാണ്. ന്യായീകരിക്കാൻ പറ്റാത്തതും അതിലപ്പുറം ബോധപൂർവം ദ്രോഹം ചെയ്തെങ്കിൽ അത് നാടിന്റെ നിയമകരം നീണ്ടു ചെല്ലുന്ന കുറ്റകൃത്യവും. പക്ഷേ സമൂഹത്തിൽ പലരും വികാരവിക്ഷോഭത്താൽ ആക്രോശിക്കുന്നതെല്ലാം സത്യമാണെന്ന് കരുതി, അഥവാ സത്യമായാൽ തന്നെ എടുത്തു ചാടി പ്രവർത്തിക്കാൻ സഭയിലെ ചുമതലപ്പെട്ടവർക്ക് കഴിയണമെന്നില്ല. വികാരവിക്ഷുബ്ധരെ തൃപ്തിപ്പെടുത്താൻ വ്യക്തികളെ കുറിച്ച് തിടുക്കപ്പെട്ട് പറയുകയല്ല, സമൂഹത്തിന്റെ രോഗത്തെ ചൂണ്ടിക്കാട്ടുകയാണ് വലിയ ഉത്തരവാദിത്തം. അത് പക്ഷേ ആരെയെങ്കിലും ന്യായീകരിക്കാൻ ആകരുതെന്ന് മാത്രം. ഷൈനിയുടെ ഭർത്തൃ സഹോദരനെ, വൈദികനെ വസ്തുതാപരമായി പഴിക്കുന്ന സമൂഹ മനോനില സ്വാഭാവികം. അവർ ഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ അതിന് കാരണം. പക്ഷേ വൈദികൻ എന്ന വാക്കു കേട്ടത് കൊണ്ട് ചാടി വീഴുന്ന വൈദിക വിരുദ്ധത ആധുനിക സമൂഹത്തെ പിടികൂടിയ കെണിയാണ്. അതിനെ എന്തു വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? പ്രിസ്ബിറ്റോഫോബിയ, പാസ്ട്രോഫോബിയ എന്നൊക്കെയോ? എന്തായാലും അത് തിന്മയുടെ ശക്തികൾ തിരുസഭയോട് വിരുദ്ധത കാട്ടുന്നവർ സൃഷ്ടിച്ച കെണിയാണെന്നും കൂടി തിരിച്ചറിയണം. തിരിച്ചറിവ് ഞങ്ങൾക്ക് വേണ്ടിയാണ്, വൈദികർക്ക് വേണ്ടിയല്ല. വൈദികരെയും മേലധ്യക്ഷന്മാരെയും കാടടച്ച് പഴിക്കുന്നവരോട് സ്നേഹപൂർവം പറയട്ടെ, വൈദികരുടെ ഇടപെടലും കൗൺസിലിംഗും വഴി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും അവരെ അതിനായി ആശ്രയിക്കുന്നവർ നിരവധിയുണ്ട്. കുടുംബാംഗമായ വൈദികരല്ല അതിനായി ഇടപെടാറ് എന്ന് മാത്രം. എന്ത് സംഭവിച്ചാലും വൈദികരെ ആക്രമിക്കുക എന്ന പ്രവണതയ്ക്കെതിരെ റവറൻ ഡോക്ടർ മാണി പുതിയിടം പറഞ്ഞത് കുറ്റകൃത്യതയുടെ ബലത്തിലാണ്. ഒരു നഗര ഇടവകയിൽ വികാരിയായി എത്തിയപ്പോൾ കണ്ടത് ഒന്നിലേറെ ആത്മഹത്യകളുടെ പശ്ചാത്തലം. അപക്വ പ്രണയത്തിന്റെ പേരിൽ വരെ നടന്നത്.
ആത്മഹത്യാ നിവാരണം ലക്ഷ്യമായി ഏറ്റെടുത്ത് പതിവ് സന്ദർശകനായി എല്ലാ വിഭാഗത്തിലേക്കും ചെന്ന് ഇടയ ദൗത്യം നിറവേറ്റിയത് അദ്ദേഹത്തിന്റെ അനുഭവത്തിലുണ്ട്. ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ പ്രത്യാശ പടർന്നു. അത്തരം സംഭവങ്ങൾ നിലച്ചു. ഇന്നത്തെ നിയമങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇടപെടാൻ ശ്രമിക്കുന്ന വൈദികരെ കുറ്റവാളിയാക്കുന്ന വിധത്തിലാണെന്ന കാര്യം കൂടി വിമർശകർ ഓർമ്മിക്കണം. പീഡനം എന്ന കുറ്റകൃത്യം പ്രശ്നത്തിൽ ഉൾപ്പെട്ടു പോയാൽ അതറിയുന്ന നിമിഷം പോലീസിനെ ധരിപ്പിക്കാൻ വൈദികനെ ബാധ്യസ്ഥമാക്കുന്നതും പ്രശ്നം തീർക്കാനുള്ള അവസരം നിഷേധിക്കുന്നതുമായ നിയമമാണ് നമ്മുടെയൊക്കെ ജനപ്രതിനിധികൾ ചേർന്ന് പാസാക്കി വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോലും വൈദികൻ വിലക്കപ്പെട്ടവനാകുകയാണ്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കായാലും നഷ്ടം വിശ്വാസ സമൂഹത്തിനാണ്. ഷൈനിയുടെ ജീവനൊടുക്കലിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് ദൈവത്തിലേക്കുള്ള 3 മാലാഖമാരുടെ യാത്ര എന്ന മട്ടിൽ. ഷൈനിക്ക് സംഭവിച്ചത് ദുഃഖകരമായ നഷ്ടമാണ്. ആ നഷ്ടം കരുണാമയനായ ദൈവം നികത്തി കൊടുക്കുമെന്നത് വിശ്വാസികളുടെ പ്രത്യാശ. അതിലപ്പുറം അവരുടെ നിസ്സഹായ പ്രവൃത്തിയെ ധീരകൃത്യവും മഹത്വവുമായി വിശേഷിപ്പിക്കുന്നവരുടെ വാക്കുകളും കെണിയാണ്. അവർക്കും മറ്റുള്ളവർക്കും അതിൽ ആരും വീഴാതിരിക്കട്ടെ. പ്രത്യാശ കൈവിടുന്നതും ജീവിതം ഉപേക്ഷിക്കുന്നതും ജീവനെ കെടുത്തുന്നതും പുണ്യകർമ്മങ്ങളല്ല. ഷൈനിയുടെ നിസ്സഹായതയെ യേശുനാഥൻ അലിവോടെ നീതീകരിക്കട്ടെ എന്നേ വിശ്വാസികൾക്ക് പറയാനാകൂ. അതിൽ കൂടുതലായ മഹത്വവൽക്കരണം ആത്മാക്കൾക്ക് കെണിയായി തീരും എന്നത് അപ്രിയ സത്യം. ജീവിതം ഉപേക്ഷിച്ച സഹോദരിയോടും മക്കളോടുമുള്ള എല്ലാ ക്രൈസ്തവ സ്നേഹത്തോടും ആദരവോടും കൂടി അത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാതെ വയ്യ. ഒപ്പം ഒട്ടും ഗൗരവം ചോർത്താതെ പറയാം, അവരെ കൊണ്ട് അറിവോടെ പരോക്ഷമായി അത് ചെയ്യിപ്പിച്ചവർ വലിയ തെറ്റുകാരാണ്, ആരാണെങ്കിലും. മറ്റൊരു കാര്യം വീണ്ടും പ്രസക്തമാകുന്നു. തിരുസഭയ്ക്ക് വേണ്ടി കനത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള അനേകരുടെ അനന്തരാവകാശികൾ കേരളത്തിലെ സമൂഹത്തിലുണ്ട്. അവരാരും വൈദികർ തങ്ങളുടെ വക കൈയടക്കുന്നു എന്ന ആക്ഷേപവുമായി വരാറില്ല. നേർച്ചയിടുമ്പോൾ കൈ ഇറുക്കി പിടിക്കുന്നവരാണ് പൊതുവെ ഇത്തരം ആക്രോശങ്ങളുമായി വരാറ്, അവകാശം പറയാറ്. അത് ലോക പ്രവണത. സ്ഥാപനങ്ങൾ ഇത്തരക്കാരുടെ ലുപ്ത സംഭാവനകളുടെ ഫലമല്ല. അതിനായി ഹൃദയം തുറന്ന് നൽകിയവരുടെയും വിഭവ സമാഹരണം നടത്തിയ സമർപ്പിതരുടെയും കഠിനാധ്വാനത്തിന്റെയും ദൈവം നൽകിയ പിന്തുണയുടെയും ഫലമാണ്. മറിച്ചുള്ള മുദ്രാവാക്യം വിളികൾ കേട്ട് ഇതാണ് വിശ്വാസികളുടെ മുഴുവൻ നിലപാടെന്ന് ആരും ആരെയും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കട്ടെ. തീവ്ര മതവാദി സംഘടനകളും അവർക്ക് സഹായം നൽകിയവരും കുടുങ്ങുന്നു. രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഇത് ആശ്വസിക്കാവുന്ന അവസരം. നിരുപദ്രവ മതസ്നേഹികളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സംഘടനകളുടെ കെണിയിൽ കുടുങ്ങും മുമ്പ് യാഥാർത്ഥ്യം തിരിച്ചറിയുവാനും വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള അവസരം. വഞ്ചനയുടെ നാളുകൾക്ക് മുമ്പ് അവരിലെ ഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നു. പുണ്യകേന്ദ്രം അറേബ്യയിൽ, മതപുസ്തകം അറബി ഭാഷയിൽ, പ്രാർത്ഥനാഹ്വാനം മൈക്കിലൂടെയെങ്കിലും അർത്ഥമറിയാതെ നേരിട്ട് ചെവികളിലേക്ക്, എല്ലാം പറഞ്ഞു തരുന്ന ഉസ്താദുമാർ അവരുടെ തനതു കേന്ദ്രങ്ങളിൽ. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ദേശസ്നേഹത്തോടെ ജീവിച്ച ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെയും മനസ്സ് സെക്കുലർ ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ മനസ്സായിരുന്നു. അവരുടെ പ്രത്യേകത തങ്ങൾ മനസ്സിലാക്കിയ പ്രകാരമുള്ള ദൈവിക കൽപ്പനകൾ വള്ളി പുള്ളി വിടാതെ അനുസരിക്കുക, പൂർണ്ണമായ അനുസരണവും സമർപ്പണവും തങ്ങളുടെ ദൈവത്തിന് നൽകുക എന്നത് മാത്രം. പുസ്തകവാക്യങ്ങളുടെ അർത്ഥമറിയാത്തത് കൊണ്ട് അവരാരോടും തർക്കിച്ചില്ല, അവരും ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഭാരതീയ വായു ശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ അതേ വായു ശ്വസിച്ചു ജീവിച്ചത് കൊണ്ട് ഇന്നാടിന്റെ സ്വാഭാവിക നന്മകളുടേതെല്ലാം അനന്തരാവകാശികളാണ് അവരും. ജനകീയ ജനാധിപത്യ സമ്പൂർണ്ണ വിപ്ലവ രാഷ്ട്രം വരും, എല്ലാം ശരിയാകും എന്ന കമ്മ്യൂണിസ്റ്റ് മൂഢലക്ഷ്യ പ്രഖ്യാപനം പോലെ ഇസ്ലാമിക രാഷ്ട്രവും ശരീഅത്ത് ഭരണവും ഒരു നാൾ വരും, വരണമെന്ന മസ്തിഷ്ക സാഹിത്യമെന്നൊന്നും അവരാരുടെയും തലയിൽ ഉണ്ടായിരുന്നില്ല.
അതായത് അക്കൂട്ടർ വരുന്നത് വരെ. ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരായി ജീവിച്ചാൽ പോരാ, അവരെ തെറ്റിദ്ധരിപ്പിച്ചും ഭയപ്പെടുത്തിയും ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഗൂഢശ്രമത്തിൽ പങ്കുകാരാക്കണം എന്ന് നിശ്ചയിച്ചവർ. അവരുടെ പ്രേരണയും ബോധനവും പണവും ഈ നാട്ടിലെ കുറെ പേരെ വഴിതെറ്റിച്ചു. അവരാണ് സ്വാതന്ത്ര്യലബ്ധിയുടെ 100-ാം ആണ്ടിൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണമെന്ന് തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതും. ഇതര മതക്കാരുടെ ബോധനങ്ങളെ കടന്നാക്രമിച്ച് സ്വന്തം മതം ഉറപ്പിക്കാൻ കഴിയുമെന്ന ധാർഷ്ട്യത്തോടെ വാദിക്കാൻ ഇറങ്ങിയവരും പെട്ടത് അവരുടെ ചതിയിൽ. ഗൂഢലക്ഷ്യക്കാർ ദശകങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ പോലും അതിനെ അടിത്തറയിട്ടു. പുറമെ തിരിച്ചറിയാത്ത മാധ്യമ പ്രവർത്തനത്തിലൂടെ, രഹസ്യ സംഘങ്ങളിലൂടെ, രൂപീകരണത്തിലൂടെ അവരുടെ വരവിന് ശേഷം ഇന്നാട്ടിൽ പല സംഘടനാ നാമങ്ങളും കേട്ടു തുടങ്ങി. PFI, SDPI എന്നിങ്ങനെ പലതും. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യലബ്ധി മുതൽ മതപുസ്തകവും മതലക്ഷ്യവും എല്ലാം അറിയാവുന്ന ചെറിയൊരു സംഘം മുഴുവൻ മുസ്ലിം സംഘത്തിന്റെയും ഗോത്രപിതാക്കൾ ചമഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെയും ഇടതുപക്ഷത്തെയും തങ്ങളുടെ പ്രീണകരും ആജ്ഞാവർത്തികളും ആക്കി. ഭാവിയിലെ മതാധിപത്യത്തിന് വേണ്ടുന്ന അടിക്കല്ലുകളൊക്കെ അവരെ കൊണ്ട് പാകിച്ചു. അതെല്ലാം ഉപയോഗിച്ച് 2047 സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കടലിനക്കരെ നിന്നുള്ള ആശയവുമായി വന്നവർ തങ്ങളെ പെടുത്തിയ വഞ്ചനയാണ് PFI, SDP തുടങ്ങിയ ചുരുക്കപ്പേരുകളെന്ന് തിരിച്ചറിയേണ്ട മതവിശ്വാസികൾ നിരവധി. ഇത്തരം സംഘടനകളെ പിന്തുണച്ചവരോ അവരെ ആശ്രയിച്ചവരുമെല്ലാം കുടുങ്ങുന്ന കാഴ്ചയാണിപ്പോൾ. പുറമെ മതനിരപേക്ഷ ഹൃദയവിശാലത ഭാവിച്ച പലരും മതരാഷ്ട്രവാദത്തിന്റെ സബ്സ്ക്രൈബർമാരും കോൺട്രിബ്യൂട്ടർമാരുമാണെന്ന് തെളിഞ്ഞു വരുന്നു. ഇത് ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരെ തിരിച്ചറിഞ്ഞ് തള്ളാനുള്ള അവസരം. അന്യമത സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും മതാധിപത്യം സ്ഥാപിച്ചെടുക്കുവാൻ പെൺകുട്ടികളെ വരെ ഇളക്കി വിടുന്നവരുടെ ലക്ഷ്യം തിരിച്ചറിയാൻ വൈകി കിട്ടിയ സാധ്യത. സ്വന്തം മതം പാലിച്ചുകൊണ്ടും ഇസ്ലാമിക ആധിപത്യമെന്ന ദുഷ്ടപ്രലോഭനം കുത്തിവെച്ചവരെയും ആ പ്രലോഭനത്തെയും തള്ളിയും ജീവിക്കാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അതവർ പാഴാക്കില്ലെന്ന് കരുതാം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.